ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയിലെ അംഗം കൂടി ആയതുകൊണ്ട് പറയാം. ഈ അടുത്ത് ബൈത്തുൽ മാലും ബൈത്തു സക്കാത്തും ഒരുമിച്ച് ആളുകൾ വിമർശിക്കുന്നത് കേട്ടു. ബൈത്തുൽ മാല് എന്നുള്ളത് വേറെ പ്രയോഗമാണ്, ബൈത്തു സക്കാത്ത് എന്നുള്ളത് വേറെ പ്രയോഗമാണ്. അത് ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണെന്ന് എത്ര ബോഷ്കാണോ എത്ര വിവരക്കേടാണോ പറയുന്നത്, അതുപോലത്തെ ഒന്നാണ് ബൈത്തുൽ മാൽ. ബൈത്തുൽ മാൽ എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ പ്രാദേശികമായി വർക്ക് ചെയ്യുന്ന യൂണിറ്റുകളിൽ നിന്ന് അവർ അവരുടെ വിഹിതം കൊടുത്തിട്ടാണ് ഒരു സംഘടന നടക്കുന്നത്. അവരുടെ സമ്പത്തിന്റെ 2% വീതം സംഘടനയ്ക്ക് കൊടുത്തിട്ടാണ് സംഘടന നടക്കുന്നത്. ബൈത്തു സക്കാത്ത് എന്നുള്ളത് നമ്മൾ കേരളത്തിൽ അഭ്യുതകാംക്ഷികളായ മനുഷ്യരുടെ സഹായത്തോടു കൂടിയും കേരള മുസ്ലിങ്ങളുടെ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കുന്നതിന് വേണ്ടി അതിന് രൂപീകരിച്ച ഒരു NGOയുടെ പേരാണ്. അത് പബ്ലിക് റിലീജിയസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. 1800-ലധികം പ്രാദേശിക കോർഡിനേറ്റർമാർ അതിനോടൊപ്പം അണിചേർന്ന് അത് സമാഹരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പ്രാദേശികമായുള്ള ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു ഒറ്റ ബോഡി മാത്രമല്ല, പ്രാദേശികമായി നേരത്തെ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായ സക്കാത്ത് സംവിധാനങ്ങൾക്ക് പരിശീലനം കൊടുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ബോഡിയാണ്. അപ്പൊ ഇങ്ങനൊരു ബോഡി ബൈത്തു സക്കാത്ത് മാത്രം വളരട്ടെ എന്നല്ലല്ലോ. നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? സംഘടിതമായ ഏത് സംവിധാനങ്ങളും പ്രത്യേകിച്ച് സക്കാത്തിന്റെ വിഷയത്തിൽ കൂടുതൽ പുഷ്കലമാകട്ടെ, കൂടുതൽ പൂത്ത് പന്തലിക്കട്ടെ എന്ന് പറയുമ്പോൾ